ചരിത്രത്തിൽ പലതരം പ്രണയകഥകളുണ്ട്, യുദ്ധങ്ങളുണ്ട്, അധികാരത്തിന്റെ ഗർവുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരിയായ ഒരു ഭരണാധികാരിയുടെ കൊട്ടാരത്തിനുള്ളിൽ അയാളുടെ കൺമുന്നിൽ ഇരുന്ന് നീയല്ല എൻ്റെ ദൈവം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരു പെണ്ണിന്റെ കരുത്തിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അധികാരത്തിന്റെ ഉച്ചിയിൽ നിൽക്കുന്ന ഫിർഔൻ എന്ന ഏകാധിപതിയുടെ പ്രിയതമ, സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച കൊട്ടാരത്തിലെ രാജ്ഞി, ലോകത്തെ സകല സുഖ സൗകര്യങ്ങളും തന്റെ കാൽക്കീഴിലുണ്ടായിട്ടും അള്ളാഹുവിനോട് പ്രണയത്തിനു വേണ്ടി ആ കനകസിംഹാസനം വലിച്ചെറിഞ്ഞവൾ ആരായിരുന്നു ആസിയ ബീവി? കേവലം ഒരു രാജകുമാരിയായിരുന്നു അവർ? അല്ല, പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ വെന്തുരുകുമ്പോഴും പുഞ്ചിരിയോടെ സ്വർഗം കൊതിച്ചവൾ. സ്വന്തം ഭർത്താവിന്റെ പീഡനമുറകൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത വിപ്ലവകാരി, വിശ്വാസികൾക്ക് മാതൃകയായി അള്ളാഹു ഖുർആനിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്ത ആ മഹദിയുടെ കണ്ണീരും കരുത്തും കലർന്ന ജീവിതം നമുക്ക് നോക്കാം. ഇതാണ് ചരിത്രമുറങ്ങുന്ന നൈൽ നദിയുടെ തീരത്ത് വിരിഞ്ഞ ആ സ്വർഗീയ പുഷ്പത്തിന്റെ കഥ. നൈൽ നദിയുടെ തീരത്ത് അഹങ്കാരം കൊണ്ട് ഗോപുരങ്ങൾ തീർത്ത ഒരു സാമ്രാജ്യമുണ്ടായിരുന്നു, പുരാതന ഈജിപ്ത്. അവിടെ ഫിർഔൻ എന്നറിയപ്പെട്ടിരുന്ന വലീദ് ബിൻ മുസ്അബ് ഭരണം നടത്തിയിരുന്നു. അവൻ വെറും ഒരു രാജാവായിരുന്നില്ല, താനാണ് ലോകത്തിന്റെ രക്ഷിതാവ് എന്ന് പ്രഖ്യാപിച്ച അഹങ്കാരിയായിരുന്നു. അവന്റെ വാക്കിന് മറുവാക്കില്ലായിരുന്നു. ആജ്ഞ ലംഘിക്കുന്നവരെ അവൻ ക്രൂരമായി കൊന്നൊടുക്കി. ഇത്രയും വലിയ ക്രൂരന്റെ കൊട്ടാരത്തിലാണ് സ്നേഹത്തിന്റെ പ്രകാശമായ ആസിയ ബീവി രാജ്ഞിയായി വാണിരുന്നത്. അവർ വെറും ഒരു ഭാര്യ ആയിരുന്നില്ല, ഫിർഔന്റെ തീരുമാനങ്ങളെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തിത്വമായിരുന്നു. എന്നാൽ അവന്റെ വികലമായ ചിന്തകളോട് അവർക്ക് ഉള്ളാലെ വിയോജിപ്പായിരുന്നു. ആൺകുട്ടികളെയെല്ലാം ഫിർഔൻ കൊന്നൊടുക്കുന്ന കാലം. അപ്പോഴാണ് നൈൽ നദിയിലൂടെ ഒരു കൊച്ചു പെട്ടി ഒഴുകി വരുന്നത് ആസിയ ബീവി കാണുന്നത്. പെട്ടി തുറന്നപ്പോൾ അതിൽ പ്രകാശമുള്ള ഒരു കുഞ്ഞ്. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ആസിയ ബീവിയുടെ ഉള്ളിൽ ഒരു മാതൃവാത്സല്യം അണപൊട്ടിയൊഴുകി. ഫിർഔൻ ആ കുഞ്ഞിനെ കൊല്ലാൻ വാളോങ്ങിയപ്പോൾ ആസിയ ബീവി അവന്റെ മുൻപിൽ നെഞ്ചു വിരിച്ചു നിന്നു. ഇവൻ നിന്റെയും എന്റെയും കൺകുളിർമയാണ്, ഇവനെ കൊല്ലരുത് എന്ന് അവർ തീർത്തു പറഞ്ഞു. ഫിർഔൻ എന്ന ഏകാധിപതിയെ പോലും തന്റെ സ്നേഹം കൊണ്ട് നിശബ്ദനാക്കാൻ അവർക്ക് കഴിഞ്ഞു. ആ കുഞ്ഞ് ആ കൊട്ടാരത്തിൽ വളർന്നു. ശത്രുവിന്റെ കോട്ടയ്ക്കുള്ളിൽ തന്നെ ശത്രുവിനെ വളർത്താൻ അള്ളാഹു തിരഞ്ഞെടുത്തത് ആസിയ ബീവിയുടെ കരങ്ങളായിരുന്നു. മൂസാ നബി വലുതായി പ്രവാചകനായി മടങ്ങി വന്നു. അദ്ദേഹം അള്ളാഹുവിന്റെ സന്ദേശം എത്തിച്ചപ്പോൾ കൊട്ടാരത്തിലെ ആഡംബരങ്ങളെക്കാൾ സത്യത്തിനാണ് വിലയെന്ന് ആസിയ ബീവി തിരിച്ചറിഞ്ഞു. അവർ രഹസ്യമായി വിശ്വസിച്ചു. ഫിർഔന്റെ മകളുടെ മുടി ചെയ്യുന്ന മാഷിത്വ എന്ന സ്ത്രീയെയും മക്കളെയും ഫിർഔൻ ക്രൂരമായി കൊല്ലുന്നത് ആസിയ ബീവി കണ്ടു. ആ സ്ത്രീ തന്റെ വിശ്വാസത്തിനു വേണ്ടി ജീവൻ നൽകുന്നത് കണ്ടപ്പോൾ ആസിയ ബീവിയുടെ ഉള്ളിലെ ഭയം മാറി. അവർ തന്റെ വിശ്വാസം പരസ്യമാക്കാൻ തീരുമാനിച്ചു. ഫിർഔൻ ഇതറിഞ്ഞു. തന്റെ ഭാര്യ തന്നെ തള്ളി പറയുന്നത് അവന് സഹിക്കാനായില്ല. അവൻ അവരെ വിളിച്ചു വരുത്തി. നീയും ആ മൂസയുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ എന്ന് അവൻ അലറി. അതെ, എന്റെയും നിന്റെയും റബ്ബ് അള്ളാഹുവാണ് എന്ന് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഫിർഔൻ അവരെ മരുഭൂമിയിലെ കൊടും വെയിലിൽ കൊണ്ടുപോയി കെട്ടിയിട്ടു. കൈകാലുകളിൽ ആണിയടിച്ചു. ശരീരത്തിന് മുകളിൽ വലിയൊരു പാറക്കല്ല് കയറ്റിവെച്ചു. എന്നിട്ടും ആ നാവിൽ നിന്ന് അള്ളാഹു എന്നല്ലാതെ മറ്റൊന്നും വന്നില്ല. മരണത്തോട് അടുക്കുമ്പോഴും ആസിയ ബീവി ചിരിക്കുകയായിരുന്നു. ഫിർഔൻ അത് കണ്ട് അമ്പരന്നു. ഇത്രയും വേദനിപ്പിക്കുമ്പോഴും അവൾ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് അവൻ ചോദിച്ചു. ആസിയ ബീവി അപ്പോൾ കണ്ടത് സ്വർഗമായിരുന്നു. അവർ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, എന്റെ റബ്ബേ, നിന്റെ അടുക്കൽ സ്വർഗത്തിൽ എനിക്കൊരു വീട് പണിതു തരണമേ. ആ പ്രാർത്ഥന കഴിഞ്ഞതും അള്ളാഹു സ്വർഗ കവാടങ്ങൾ അവർക്കായി തുറന്നു കൊടുത്തു. പാറക്കല്ല് അവരുടെ ശരീരത്തിൽ വീഴുന്നതിനു മുൻപേ അള്ളാഹു അവരുടെ ആത്മാവിനെ ഏറ്റുവാങ്ങിയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതിയുടെ ഭാര്യയായിട്ടും സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവി അവർ നേടിയെടുത്തു. കൊട്ടാരത്തിലെ രാജ്ഞിയായിരുന്നിട്ടും അവർക്ക് അഹങ്കാരമില്ലായിരുന്നു. ഫിർഔനെ പോലൊരു ക്രൂരനെ തിരുത്താൻ ശ്രമിച്ച ധീര വനിതയായിരുന്നു അവർ. ആരാണ് നമ്മുടെ കൂടെയുള്ളത് എന്നതല്ല, നമ്മുടെ ഉള്ളിൽ എന്തുണ്ട് എന്നതാണ് പ്രധാനം. ഫിർഔന്റെ കൂടെയായിട്ടും അവർ സ്വർഗം നേടി.
ഈ ഒരു ചരിത്ര വിവരണത്തോടെ നമ്മുടെ ഇസ്ലാമിലെ മഹദികൾ എന്ന വീഡിയോ സീരീസ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഖദീജ ബീവിയിലൂടെയും ഫാത്തിമ ബീവിയിലൂടെയും ആയിഷ ബീവിയിലൂടെയും ഒടുവിൽ ആസിയ ബീവിയിലൂടെയും നമ്മൾ സഞ്ചരിച്ച ഈ യാത്ര കേവലം കഥകളായിരുന്നില്ല, മറിച്ച് പ്രതിസന്ധികളിൽ തളരാതെ എങ്ങനെ ജീവിക്കണമെന്ന വലിയൊരു സന്ദേശമായിരുന്നു. ഈ സീരീസിലെ ഓരോ മഹദിയുടെയും ജീവിതം നമ്മുടെ ജീവിതത്തിലും ഒരു വെളിച്ചമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.